കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കൾക്കായി കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ ദൂത് ഈ പകലും ഹൃദയത്തിന് പ്രകാശമായി, വെളിച്ചമായി, ജീവിതത്തിന് ചൈതന്യമായി മാറത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവ് തൊടുന്ന ദൈവശക്തി പകരപ്പെടുന്ന ദൈവത്തിൻ്റെ കൃപ ധാരാളമായി അനുഭവിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. 102 സങ്കീർത്തനം 12-13 വാക്യങ്ങൾ. നീയോ യഹോവേ എന്നേക്കുമുള്ളവൻ, നിന്റെ നാമം തലമുറ തലമുറയായി നിലനിൽക്കുന്നു. നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും, അവളോട് കൃപ കാണിക്കുവാനുള്ള കാലം അതെ, അതിന് സമയം വന്നിരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് വ്യക്തമാക്കുന്ന ദൂത് അതിനകത്തുന്നു. യഹോവ എന്നേക്കുമുള്ളവൻ. വചനം വ്യക്തമാക്കുന്നു, യഹോവ എന്നേക്കുമുള്ളവനാ. ദൈവത്തിൻ്റെ ദയ എന്നേക്കുമുള്ളതാ. ദൈവത്തിൻ്റെ കരുണ എന്നേക്കുമുള്ളതാ. ദൈവത്തിൻ്റെ വിശ്വസ്തത എന്നേക്കുമുള്ളതാ. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എന്നേക്കുമുള്ളതാ. ദൈവത്തിൻ്റെ സ്നേഹം എന്നേക്കുമുള്ളതാ. അതിന് മാറ്റമില്ല. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നതിൻ്റെ അർത്ഥം തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. താൻ വിശ്വസിച്ചത് നിമിത്തം, താൻ കർത്താവിനെ ആശ്രയിച്ച നിമിത്തം ദൈവത്തിൻ്റെ കരുണയും വിശ്വസ്തതയും സ്നേഹമൊക്കെ എന്നേക്കുമുള്ളത്. അത് മുറിഞ്ഞു പോകത്തില്ല. അതൊരിക്കലും ജീവിതത്തിൻ്റെ തലങ്ങളിൽ നിന്ന് മാറിപ്പോകത്തില്ല. ആഴമായ ഒരു പ്രത്യാശയും വിശ്വാസവും ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്നു. എന്നാൽ ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ പരിശുദ്ധാത്മാവ് ആഴമായി ശക്തമായി വെളിപ്പെടുത്തുന്ന ദൂത്, പ്രാർത്ഥിക്കുന്ന കർത്താവിനെ വിശ്വസിക്കുന്ന ദൈവം ഇതിൻ്റെ ജീവിതത്തിൻ്റെ തലങ്ങളിലെ കഷ്ടത എന്നേക്കുമുള്ളതല്ല. പരിശുദ്ധാത്മാവ് അതിശക്തമായി പറയാൻ വെളിപ്പെടുത്തിയ ഒരു ദൂത്, കഷ്ടത എന്നേക്കുമുള്ളതല്ല. അത് പ്രാർത്ഥിക്കുന്ന ദൈവത്തിലാണോ, കർത്താവിനെ ആശ്രയിക്കുന്ന ദൈവത്തിലാണോ, ദൈവത്തിൻ്റെ പാത അതിൽ നിന്ന് വ്യതിചലിക്കാതെ ദൈവമുഖത്തേക്ക് നോക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ കഷ്ടത താൽക്കാലികമായിരിക്കും. അതിനകത്ത് ദൈവത്തിൻ്റെ പദ്ധതികളും അതിനകത്ത് ദൈവം ആഗ്രഹിക്കുന്ന നിറവുകളും ദൈവം ആഗ്രഹിക്കുന്ന വൻ പ്ലാനുകളെല്ലാം അതിനകത്തുണ്ട്. അതിനകത്തുനിന്ന് ദൈവം എന്നേക്കും ആ കഷ്ടതയിൽ തുടരുവാൻ അനുവദിക്കാതെ പുറത്തു കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കരം ചലിച്ചിരിക്കും. എൻ്റെ ദൈവം എന്നേക്കുമുള്ളതാണെങ്കിൽ എൻ്റെ വാഗ്ദത്തങ്ങളാ എന്നേക്കുമുള്ളത്. എൻ്റെ കഷ്ടത എന്നേക്കുമുള്ളതല്ല. അതിൻ്റെ ജീവിതത്തിൽ അല്പം സമയത്തിനു മാത്രം ദൈവം അനുവദിച്ചിരിക്കുന്നത്. ഇന്ന് പകൽ ദൂത് വിശ്വസിക്കട്ടെ ദൈവത്തിൻ്റെ പൈതലെ, അല്പസമയത്തേക്ക് മാത്രമേ ഉള്ളൂ ആ കഷ്ടത. ഇന്ന് ദുഃഖിക്കുന്ന, ഇന്ന് പ്രയാസപ്പെടുന്ന, ഇന്ന് വേദന അനുഭവിക്കുന്ന ആ കഷ്ടത അല്പസമയത്തേക്ക് മാത്രമേ ഉള്ളൂ. അത് നീക്കാൻ പോകുന്നു. അവിടെ ദൈവം പരിഹാരം വരുത്താൻ പോകുന്നു. അപ്രകാരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ദൂത് വെളിപ്പെടുത്തുക. സങ്കീർത്തനക്കാരൻ ആഴമായി ദൈവത്തെ വിശ്വസിക്കുക. ദൈവം എന്നേക്കുമുള്ളത്. വചനം പറയുന്നു, കർത്താവ് കൃപ കാണിക്കും, സിയോനോട് കർത്താവ് കരുണ തോന്നും. അതെ, അതിന് ദൈവം ഒരു കാലം വെച്ചിരിക്കുക, ഒരു സമയം ദൈവം വെച്ചിരിക്കുകയാണ്. ആ സമയത്തിനായി നോക്കി പാർക്കുന്ന ഒരു സമയം, ആ വിഷയത്തിനായി, ആ സമയത്തിനായി കാത്തിരിക്കുന്ന ഒരു കാലഘട്ടം. കാത്തിരിക്കുന്ന സമയത്തിലാണ് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ വലിയ യുദ്ധമുണ്ടാകുന്നത്, വലിയ സംഘർഷങ്ങളുണ്ടാകുന്നത്, വലിയ ഞെരുക്കത്തിൻ്റെ അനുഭവങ്ങൾ ഹൃദയതലങ്ങളിലുണ്ടാകുന്നത്. കാരണം കാത്തിരിക്കുന്ന വിഷയത്തിലുള്ള വിശ്വാസത്തെ എതിർക്കുവാൻ നിരാശകളും ആകുലതകളുമായി ശത്രു കടന്നു വരും. അവിടെ സംഘർഷം പോലെ ഹൃദയത്തിലൊരു യുദ്ധം ആയിരിക്കുന്ന സാഹചര്യം. എന്നാൽ വിശ്വസിക്കുന്ന ദൈവം ഇതിൽ അതിനെ ജയിച്ചിരിക്കും. വിശ്വസിക്കുന്ന ദൈവം ഇതിൽ അതിനെ കീഴ്പ്പെടുത്തിയിരിക്കും. കാരണം താൻ പറഞ്ഞ വാഗ്ദത്തങ്ങളിൽ ദൈവം വിശ്വസ്തനാണെന്ന് വ്യക്തമുണ്ട്. പ്രാർത്ഥിക്കുന്ന ദൈവം ഇതിൻ്റെ ജീവിതത്തിൽ ഇന്ന് പരിശുദ്ധാത്മാവ് ആഴമായി വെളിപ്പെടുത്തുന്ന ദൂത് ദൈവത്തിൻ്റെ പൈതലേ,
ഇന്ന് പകൽ നിരാശയെ കീഴ്പ്പെടുത്തുക, അവിശ്വാസങ്ങളെ ആ വെല്ലുവിളികളെ തകർക്കുന്നൊരു വിശ്വാസം പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു, ദൈവം ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ഇന്ന് പകൽക്കാല ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ ഏറ്റെടുക്കട്ടെ. തിരുവെടുത്ത് പറയുന്നു, അതിന് സമയം വന്നിരിക്കുന്നു. അവളോട് കൃപ കാണിക്കുവാനുള്ള കാലം അതെ, അതിന് സമയം വന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ പൈതലേ, അതിന് സമയം വന്നിരിക്കുക. കർത്താവ് കൃപ കാണിക്കുന്ന, കർത്താവ് കരുണ ചൊരിയുന്ന, ദൈവം കടാക്ഷിക്കുന്ന, ദൈവം മനസ്സലിയുന്ന, ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കൂടാരത്തിൽ വെളിപ്പെടുത്തുന്ന അതെ സമയം വന്നിരിക്കുക. അതിന് സമയം വന്നിരിക്കുക. ഇന്ന് പകൽ വിശ്വസിക്കാൻ പറ്റുമോ? ആ വിടുതലിൻ്റെ സമയം വന്നിരിക്കുക. ദൈവത്തിൻ്റെ സന്നിധിയിൽ വെച്ചിരുന്ന വിഷയത്തിന്മേലുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ മേഖലകളെ വെളിപ്പെടുത്തുന്ന അതിൻ്റെ സമയം വന്നിരിക്കുന്നു. ആ സമയം തെറ്റിക്കുക ശത്രു നോക്കും. ആ സമയം തെറ്റിക്കുക ശത്രു തന്ത്രങ്ങൾ നോക്കുമെന്ന് അത് ഫലിക്കത്തില്ല. പരിശുദ്ധാത്മ പറയുന്നു, അത് ഫലിക്കത്തില്ല. കാരണം അത് ദൈവത്തിൻ്റെ സമയമാണ്. ഈ സമയം ദൈവത്തിൻ്റെ സമയമാണ്. ദൈവം നിശ്ചയിച്ച സമയമാണ്. ദൈവം കുറിച്ചിട്ടിരുന്ന സമയമാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ വെളിപ്പെടുത്തുന്ന സമയമാണ്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ആഴമായി ദൂത് വെളിപ്പെടുത്തുന്നു, അതിന് സമയം വന്നിരിക്കുന്നു. ഹൃദയത്തിലെ ആ നൊമ്പരത്തിൻ്റെ വിഷയത്തിന് ദൈവത്തിൻ്റെ വൈദ്യലെ സമയം വന്നിരിക്കുക. ഇന്ന് പകൽ ഏറ്റെടുത്തു വചനം, സമയം വന്നിരിക്കുകയാ. ആ നിലവാരത്തിൽ വിശ്വസിച്ചു. ദൈവം സഹായിക്കാൻ പോവാ, ദൈവം അനുഗ്രഹിക്കാൻ പോവാ. യഹോവ എന്നേക്കുമുള്ളതാ, മാറ്റമില്ല. വിശ്വസിക്കുന്നതിന് മാറ്റമില്ല. ഏറ്റെടുത്ത് ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ സന്നിധിയിൽ ഉറപ്പോടെ നിലനിൽക്കട്ടെ. കർത്താവ് സഹായിക്കും, ദൈവം അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാന ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഇന്ന് കേൾപ്പിച്ച ദൂതനായി സ്തോത്രം, ആലോചനയ്ക്ക് സ്തോത്രം. ജനത്തെ സഹായിക്കണം. അവരുടെ അവസ്ഥയിൽ സാഹചര്യങ്ങളുടെ മേൽ വേഗത്തിൽ കർത്താവേ, അതിന് സമയം വന്നിരിക്കുന്നല്ലോ, ആ വിടുതലിൻ്റെ സമയം വന്നിരിക്കുന്നല്ലോ എന്ന് കേൾപ്പിച്ച ദൂതുപോലെ തന്നെ കർത്താവേ, ഈ മാസം കാണട്ടെ, ഈ ദിവസങ്ങളത് കാണട്ടെ, ഈ ആഴ്ച മഹത്വം കാണട്ടെ. അപ്രകാരം ദൈവത്തിൻ്റെ കരം ചലിക്കാൻ പോകുന്നതിനായി സ്തോത്രം, വിടുവിക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.